കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻജിയുടെ ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് പൂർണ്ണമായിട്ടും ഒരു AI വീഡിയോ ആണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി പെടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ഞാൻ പറയാം. Okay. Every citizen who contributes 22,000 rupees will have the opportunity to earn up to 2 million rupees per month. Your accusations are groundless, so stop talking nonsense. Anyone who opens an account in my program today can earn 60,000 rupees in just one day and up to 2 million rupees per month. I personally use this program and trust it completely. It really works. I have seen many people lose money on fake websites. Please. There's a scandal in India. You are accused of advertising a mobile app that promises residents millions of rupees in income without any effort. Social media exploded. Some people call it a scam, while others claim to have already earned more than 2 million rupees. If you're watching this video, you're in luck. Now you too have a chance to start using this platform and earn an income of over 2 million rupees every month. വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കട്ടെ. കാരണം ഇത് ഏകദേശം ഒരു 1-2 മാസമായിട്ട് സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ ഇതെല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്, ഒരു ആപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ. ഇത് പൂർണ്ണമായിട്ട് ഫേക്കാണ്. ഇത് മുഴുവൻ AI ആണ്. ആരെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപയോളം ഉണ്ടാക്കാമെന്നാണ് ആ വീഡിയോയിൽ പറയണത്. ഇത് പൂർണ്ണമായിട്ടും തട്ടിപ്പാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടിട്ട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പോയിട്ട് ദയവ് ചെയ്ത് ഇത്തരം ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ടുപോയി കളയാതിരിക്കുക. കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് 22,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയി അവരുടെ ആധാർ നമ്പറും പാൻ കാർഡൊക്കെ കൊടുത്തിട്ടുള്ള 1-2 ആൾക്കാരൊക്കെ എനിക്കറിയാം, എൻട്രി ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് അടുത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബാങ്കിലെ മാനേജർ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനും കാര്യങ്ങൾക്കും നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ കയ്യിലുള്ള കാശ് കൊണ്ടുപോയി കളയാൻ നോക്കുക. അത്രേ പറയാനുള്ളൂ. ഒരു ഇൻഫർമേഷന് വേണ്ടി വന്നതാണ്. ഇത്തരം വീഡിയോകളിൽ പോയിട്ട് ദയവ് ചെയ്ത് വിടാതിരിക്കുക. ഇത് പൂർണ്ണമായും തട്ടിപ്പാണ്. അത് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. കാണാം. ബൈ.